നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് ഇരട്ടച്ചങ്കനോ പിണറായി വിജയനോ അല്ല, വെറും PR വിജയൻ. കമ്മികൾ തള്ളിമറിച്ചു കൊണ്ടു നടക്കുന്ന കുമിള. വിജയൻ മുക്കാൽ സംഖ്യ എന്ന് പച്ചയ്ക്ക് പറഞ്ഞ് ഷാഫി പറമ്പിൽ MP. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് നേരെ വ്യക്തിഹത്യയുമായി കളം നിറഞ്ഞിരിക്കുകയാണ് സൈബർ കമ്മികൾ. CPM-ന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ വ്യക്തിഹത്യയ്ക്ക് ചുക്കാൻ പിടിക്കുകയാണ്. പിഷാരടി അരസംഖ്യയെന്ന് കമ്മികൾ ഡയലോഗ് അടിച്ചു വന്നതും നിന്റെയൊക്കെ വിജയൻ മുക്കാൽ സംഖ്യ അല്ല മുഴുസംഖ്യയെന്ന് കമ്മികളുടെ അണ്ണാക്കിലെ പിരിവെട്ടിക്കുന്ന മറുപടിയാണ് ഷാഫി പറമ്പിൽ കൊടുത്തിരിക്കുന്നത്. കുറെ ദിവസങ്ങളായി പിഷാരടിക്ക് നേരെ സൈബർ വെട്ടുകിളിക്കൂട്ടം പറന്നിറങ്ങിയിട്ടുണ്ട്. തുടക്കം കുറിച്ചു കൊടുത്തത് തോമസ് ഐസക്കാണ്. പിഷാരടി കോമാളി എന്ന് തോമസ് ഐസക്ക് അധിക്ഷേപിച്ചത്. ഇതിന് പിഷാരടി മറുപടി കൊടുത്തു, സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നതല്ല എന്ന്. തുടർന്ന് ഞങ്ങളുടെ സഖാവിനെ തൊടുന്നോടാ എന്നും ചോദിച്ച് കമ്മിക്കൂട്ടം ഇരച്ചിറങ്ങി പിഷാരടിയെ കൊത്തിപ്പറിച്ചു. എന്നാൽ ഈ വിഷയത്തിൽ VD സതീശനും കൃത്യമായി ഇടപെട്ടില്ല. അപ്പോഴാണ് ഷാഫി പറമ്പിൽ കളത്തിലേക്ക് ഇറങ്ങിയത്. രമേശ് പിഷാരടി അരസംഖ്യയാണെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് ആക്ഷേപം ചൊരിഞ്ഞത്. ഇതിനായിരുന്നു ഷാഫി പറമ്പിൽ മറുപടി കൊടുത്തത്. അദ്ദേഹത്തിന്റെ ആ പ്രയോഗം പിഷാരടിക്കല്ല, പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കാണ് ചേരുന്നതെന്ന് ഷാഫി പറമ്പിൽ തിരിച്ചടിച്ചു. ആ മന്ത്രിസഭയിലുള്ളവരാണ് പേര് നോക്കി ആളുകളെ തിരിച്ചറിയാമെന്ന് പറയുന്നത്. അത്തരക്കാരെ അരയല്ല ഫുൾ സംഖ്യ എന്ന് തന്നെ വിളിക്കണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പിഷാരടിക്കെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപം ചൊരിയുന്നത് പിഷാരടിയുടെ ജയം അവർ തിരിച്ചറിഞ്ഞതിനാലാണ്. അദ്ദേഹത്തിന്റെ ആ പ്രയോഗം പിഷാരടിക്കല്ല ചേരുന്നത്, പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കാണ്. കോമാളി എന്നൊക്കെയാണ് ഒരു സ്ഥാനാർത്ഥിയെ വിളിക്കുന്നത്. നടൻ എന്നത് അദ്ദേഹത്തിന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? വലിയ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ പറയുന്ന ആളുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ തങ്ങളെ പരാജയപ്പെടുത്താൻ പോവുകയാണെന്ന് അറിയുമ്പോൾ നടത്തുന്ന ആ ഒരൊറ്റ പ്രസ്താവനയിലൂടെ ആരാണ് ജനങ്ങളുടെ മുന്നിൽ യഥാർത്ഥ കോമാളിയായതെന്നും തിരുത്തേണ്ടി വന്നതെന്നും ആലോചിച്ചാൽ മതി. പിഷാരടി പറഞ്ഞതുപോലെ അതിനൊന്നും അതേ ഭാഷയിൽ മറുപടി പറയുന്നില്ല എന്നും ഷാഫി വ്യക്തമാക്കി. BJP CPM ഡീല് തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് വളർന്നിട്ടുണ്ടെന്നും ഷാഫി തിരിച്ചടിച്ചു. മാർ കൂറിലോസ് തിരുമേനി അടക്കമുള്ളവർ BJP CPM ഡീലിനെ കുറിച്ച് പറയുന്നു. പാലക്കാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ CJP ഡീൽ ഉണ്ടായിരുന്നു. അതേസമയം ഈ ഡീലിനെ എതിർക്കുന്ന പ്രവർത്തകർ CPM-ലുമുണ്ട്. അവർ തിരുത്തും. നല്ല CPM-കാരുടെ വോട്ട് ഇത്തവണ UDF-നായിരിക്കും എന്നാണ് പൊതുവെ ആളുകൾക്കിടയിൽ ഉയരുന്ന അഭിപ്രായം. ഷാഫി പറമ്പിൽ കൃത്യമായ മറുപടി CPM-ന് കൊടുക്കുകയായിരുന്നു. രമേശ് പിഷാരടി അരസംഖ്യയാണെന്നും ഷാഫിയുടെ നോമിനിയാണെന്നുമായിരുന്നു EN സുരേഷ് ബാബു കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചത്. ഷാഫി ഇല്ലാതെ ഈ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കാൻ കഴിയില്ല എന്ന ഒരു വലിയ പ്രതീതി ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. അങ്ങനെ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഷാഫിയെ വിളിച്ച് കോൺഗ്രസ് ഇവിടെ നിർത്തും. ഇങ്ങനെ ആയിരുന്നല്ലോ ബൈ ഇലക്ഷനിൽ ഒരാളെ കൊണ്ടുവന്നത്. എന്തുകൊണ്ടാ ഈ മണ്ഡലത്തിൽ രമേശ് പിഷാരടി വരാൻ കാരണം? അത് ഷാഫിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ല എന്ന് ഷാഫിക്ക് നല്ല ധാരണയുണ്ട്. അത് മനസ്സിലാക്കിയാണ് രമേശ് പിഷാരടിയെ ഷാഫി കൊണ്ടുവന്നത്. എന്നിട്ട് BJP കോൺഗ്രസ് ഡീല് വെച്ച് പാലക്കാട് BJPക്ക് വോട്ട് മറിച്ച് ചെയ്യുക. അപ്പോൾ കോൺഗ്രസ് തോൽക്കും. തോറ്റാൽ ഷാഫി ഇല്ലാതെ ഈ പാലക്കാട് മണ്ഡലം ജയിക്കാൻ കഴിയില്ല എന്ന ഒരു വലിയ പ്രതീതി ഉണ്ടാക്കും. എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഷാഫിയെ വിളിച്ചിവിടെ നിർത്തും. ഇതാണ് ലക്ഷ്യമെന്നും സുരേഷ് ബാബു ആരോപിച്ചു. ഇതിനെല്ലാത്തിനും കൂടിയുള്ള മറുപടിയാണ് ഷാഫി പറമ്പിൽ കൊടുത്തത്. കോൺഗ്രസ്സുകാരല്ല നീയൊക്കെയാണ് അരസംഖ്യയും മുക്കാൽ സംഖ്യയും മുഴുസംഖ്യയുമെന്ന് ഷാഫി പറമ്പിൽ മറുപടി കൊടുത്തു. ഷാഫി പറമ്പിൽ രംഗത്തേക്ക് വന്ന് വിജയൻ കൂട്ടർക്ക് മറുപടി കൊടുത്തതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് UDF സംഘങ്ങൾ. UDF കോൺഗ്രസ് സംഘങ്ങൾക്ക് നേരെയുള്ള CPM-ന്റെ വിരട്ടലുകൾക്കും അധിക്ഷേപങ്ങൾക്കും അതിനെ ചോദ്യം ചെയ്ത് രംഗത്തേക്ക് വരുന്നത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. പ്രതിപക്ഷ നേതാവ് അവിടെയെല്ലാം മൗനം പാലിക്കുകയാണ്. പ്രത്യേകിച്ച് പിണറായിക്ക് നേരെ വലിയ വിമർശനം ഉയർത്താതെ മാറി നിൽക്കുന്ന സതീശനെയാണ് കേരളം കാണുന്നത്. സതീശ, നിങ്ങളെ കൊണ്ട് കഴിയുമോ ഇതുപോലെ പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടാൻ എന്ന ചോദ്യം വലത് സൈബർ ഗ്രൂപ്പുകൾ തന്നെ പ്രതിപക്ഷ നേതാവിന് നേരെ ചോദ്യം ഉന്നയിക്കുന്നു. യൂത്ത് കോൺഗ്രസുകാർ തെരുവിൽ കിടന്ന് പിണറായി പോലീസിന്റെ തല്ലുകൊള്ളുമ്പോഴും സതീശൻ അതൊന്നും കണ്ട മട്ടില്ല. അപ്പോഴും തെരുവിലേക്ക് ഇറങ്ങുന്നത് രാഹുലും ഷാഫിയുമാണ്. UDF സ്ഥാനാർത്ഥികളെ CPM അപമാനിക്കുമ്പോഴും സതീശൻ വാ പൊളിച്ചു നിൽക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിലാണ് പിണറായി കൂട്ടർക്ക് തലങ്ങും വിലങ്ങും
മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പാണക്കാട് തങ്ങൾക്ക് നേരെ കാണിച്ച നെറികേടിന് CPMന്റെ ഫ്യൂസ് ഊരിവിട്ടത് രാഹുലായിരുന്നു. തങ്ങളുടെ മോർഫ് ചെയ്ത ചിത്രം പുറത്തുവിട്ട് വലിയ സൈബർ ആക്രമണമാണ് CPM വെട്ടുകിളിക്കൂട്ടം നടത്തിയത്. ഒടുക്കം പണി പാളി എന്ന ഘട്ടത്തിൽ സൈബർ വെട്ടുകിളിക്കൂട്ടം മാളത്തിൽ കയറി ഒളിച്ചു. പാണക്കാട് തങ്ങളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. സൈബർ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന് പിന്നിൽ CPM ആണെന്ന് രാഹുൽ ആരോപണം ഉന്നയിച്ചു. മനുഷ്യനെ പറ്റി അറപ്പുളവാക്കുന്ന അപവാദ പ്രചരണം നടത്താൻ ഈ കൃമികൾക്ക് കിട്ടുന്ന ലൈസൻസ് ശ്രീ വിജയനെ പോലെ ഒരുത്തനാണ് അവരുടെ ആഭ്യന്തര മന്ത്രി എന്നതാണ്. രാഷ്ട്രീയ എതിരാളികൾക്ക് എതിരെ ഹീനമാർഗങ്ങൾ ഉപയോഗിക്കുന്ന, വേണ്ടിവന്നാൽ കൊന്നിട്ട് കുലംകുത്തി എന്ന് വിളിക്കാൻ മനസ്സുള്ള ഒരുത്തൻ സംരക്ഷിക്കാനുണ്ട് എന്ന ധൈര്യമാണ് ഈ ക്രിമിനൽ സംഘത്തെ വളർത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ പോരാളി കൃമികളുടെ നേതാവ് ആ മനസ്സുള്ള പോരാളി വിജയനാണെന്ന് രാഹുൽ വെട്ടിത്തുറന്ന് പറഞ്ഞത്. രമേശ് പിഷാരടിക്ക് നേരെ നടന്ന അധിക്ഷേപ പരാമർശത്തിനാണ് ഷാഫി പറമ്പിലും രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ മാറി മാറി ഷാഫിയും രാഹുലും പിണറായി വിജയൻ കൂട്ടരുടെ ഫ്യൂസ് ഊരിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊപ്പം അണിനിരക്കുകയാണ്. ഷാഫിയുടെയും രാഹുലിന്റെയും പിന്നിൽ ചേർന്ന് നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസും KSUവും തുടങ്ങി സംഘടനകൾ. ഇതിനിടെ രമേശ് പിഷാരടിക്കെതിരായ കോമാളി പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് തോമസ് ഐസക് രംഗത്ത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് തിരിച്ചടിയാകുമെന്ന് ഭയന്നാണ് വിവാദ പരാമർശത്തിൽ നിന്നും ഐസക് പിന്മാറിയത്. അദ്ദേഹത്തിന്റെ അഭിനയ മികവിൽ എതിർ അഭിപ്രായമില്ലെന്നും മനോവിഷമം ഉണ്ടാക്കിയതിൽ ഖേദമുണ്ടെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. പലസ്തീൻ വിഷയത്തിലെ പരാമർശത്തെയാണ് വിമർശിച്ചതെന്നും തോമസ് ഐസക് പറഞ്ഞു. കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെ നിർത്താതെ ജനകീയ പിന്തുണയുള്ള ആരെയെങ്കിലും നിർത്താമായിരുന്നു എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ വിമർശനം. ജനങ്ങൾക്ക് അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് മത്സരിപ്പിച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിച്ചു കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യവും ഉണ്ടോ എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ ആക്ഷേപം. പരിഹാസത്തിന് മറുപടിയുമായി അപ്പോൾ തന്നെ രമേശ് പിഷാരടി രംഗത്തും വന്നിരുന്നു. സംസ്കാരം എന്നത് സമരം ചെയ്താൽ കിട്ടുന്ന ഒന്നല്ലെന്നും അത് വ്യക്തിപരമായ പെരുമാറ്റത്തിലൂടെയാണ് പ്രകടമാകേണ്ടത് എന്നും രമേശ് പിഷാരടി പറഞ്ഞു. മറുപക്ഷത്താണെങ്കിലും എതിരാളികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ശൈലിയാണ് തൻ്റേതെന്നും രമേശ് പിഷാരടി പറഞ്ഞു. നിരവധി കലാപ്രസ്ഥാനങ്ങളെയും സാംസ്കാരിക വേദികളെയും നയിച്ചവരാണ് കലാകാരന്മാരെ ഇത്തരത്തിൽ താഴ്ത്തിക്കെട്ടുന്നത് എന്നത് ദൗർഭാഗ്യകരമാണ്. രാഷ്ട്രീയ വിയോജിപ്പുകൾ നയപരമായ കാര്യങ്ങളിലാകാം, എന്നാൽ അത് വ്യക്തിഹത്യയിലേക്ക് കടക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നും രമേശ് പിഷാരടി തോമസ് ഐസക്കിന് മറുപടി കൊടുത്തു. മുതിർന്ന നേതാവിനോടൊപ്പത്തിനൊപ്പം പറയാൻ താനില്ല എന്നും പിഷാരടി വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ കുറുക്കിക്കൊള്ളുന്ന മറുപടി തോമസ് ഐസക്കിന് രമേശ് പിഷാരടി കൊടുത്തു. പിന്നാലെ തോമസ് ഐസക്കിന്റെ ഈ കോമാളി പരാമർശം വളരെ ഹീനമായി പോയി എന്ന് വിമർശിച്ചുകൊണ്ട് പലരും രംഗത്തേക്ക് വന്നതോടുകൂടിയാണ് പണി പാളി എന്ന് മനസ്സിലായ ഘട്ടത്തിൽ തോമസ് ഐസക്ക് ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വേളകളിൽ നിങ്ങൾ പരസ്പരം രാഷ്ട്രീയം പറയുക, അല്ലാതെ അതിനപ്പുറത്തേക്ക് വ്യക്തിഹത്യയിലേക്ക് കടക്കുന്നത് ഒട്ടും ഭൂഷണമല്ല. അതേത് പാർട്ടിക്കാർ ചെയ്താലും അതിനെ അംഗീകരിക്കാനും കഴിയില്ല. പ്രത്യേകിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ വലിയ വില കൊടുക്കുന്നവരാണ് ഞങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യം ആണ് ഏറ്റവും വലുത് എന്നൊക്കെ തള്ളിമറിക്കുന്ന കൂട്ടർ തന്നെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് കാണിക്കുമ്പോൾ അതിനെ ഉറപ്പായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ തന്റെ സ്ഥാനാർത്ഥിത്വം ഹൃദയപൂർവ്വം ഏറ്റെടുത്തു കഴിഞ്ഞുവെന്ന് രമേശ് പിഷാരടി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഒരു സിനിമയുടെ വിജയം നിശ്ചയിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റി ആണെന്ന് പറയാറുണ്ട്. പാലക്കാട് തെരുവുകളിൽ ഇപ്പോൾ അതാണ് കാണുന്നത്. ജനങ്ങൾക്കിടയിൽ തന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് വലിയ പോസിറ്റീവ് തരംഗമുണ്ടെന്നും ഇത് വോട്ടായി മാറുമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. തനിക്കെതിരെ ഉയർന്ന എല്ലാ പ്രചാരണങ്ങളെയും ജനം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും പിഷാരടി പറഞ്ഞു. NDA സ്ഥാനാർത്ഥി അഖിൽ മാരാർ നടത്തിയ പരാമർശങ്ങൾക്കും മറുപടി നൽകാനില്ലെന്ന് പിഷാരടി വ്യക്തമാക്കി. അഖിൽ മാരാർ ഇന്ന് പറയുന്നത് നാളെ മാറ്റാൻ സാധ്യതയുണ്ടെന്നും 3 വർഷം കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ നിലനിൽക്കില്ലെന്നും പിഷാരടി പരിഹസിച്ചു. അത്തരമൊരാളെക്കുറിച്ച് സംസാരിച്ച് സമയം കളയാനില്ല എന്നായിരുന്നു രമേശ് പിഷാരടിയുടെ നിലപാട്. പാലക്കാട് നഗരസഭയിലും മണ്ഡലത്തിലും UDF നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പിഷാരടി ഉറപ്പിച്ചു പറഞ്ഞു. ഓരോ വോട്ടർക്കും തന്നെ നേരിട്ടറിയാമെന്നും കലാകാരൻ എന്ന നിലയിലുള്ള തന്റെ പ്രതിച്ഛായ രാഷ്ട്രീയത്തിലും കരുത്താകുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മണ്ഡലം പൂർണ്ണമായും UDFന് അനുകൂലമാണെന്നാണ്
രമേശ് പിഷാരടിയുടെ വിലയിരുത്തൽ. രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തന്റെ വികസന കാഴ്ചപ്പാടുകളെ ബാധിക്കില്ല. പാലക്കാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും യുവാക്കളുടെ തൊഴിലവസരങ്ങൾക്കും മുൻഗണന നൽകുന്ന പദ്ധതികളാണ് തന്റെ മനസ്സിലുള്ളത്. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ജനശ്രദ്ധ തിരിക്കാനാണ് ഇടതുപക്ഷവും BJPയും ശ്രമിക്കുന്നതെന്നും പിഷാരടി ആരോപിച്ചു. പാലക്കാട്ടെ വോട്ടർമാരുടെ വിവേകത്തിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും രമേശ് പിഷാരടി വിശ്വാസം പ്രകടിപ്പിച്ചു. പ്രസംഗങ്ങളിൽ മാത്രം വികസനം പറയുന്നവരെയല്ല, പ്രവൃത്തിയിൽ വികസനം കാണിച്ചവരെയാണ് ജനങ്ങൾ പിന്തുണയ്ക്കുക. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നവർക്ക് വോട്ടിലൂടെ ജനങ്ങൾ മറുപടി നൽകുമെന്നും രമേശ് പിഷാരടി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു. മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും വോട്ടർമാരുമായി നേരിട്ട് സംവദിക്കുന്ന തിരക്കിലാണ് പിഷാരടി ഇപ്പോൾ. കുടുംബയോഗങ്ങളിലും പൊതുപരിപാടികളിലും ലഭിക്കുന്ന ആവേശകരമായ സ്വീകരണം വിജയത്തിന്റെ സൂചനയാണെന്നും രമേശ് പിഷാരടി പറഞ്ഞു. UDF പ്രവർത്തകരുടെ ഐക്യവും ആവേശവും മണ്ഡലത്തിൽ പ്രകടമാണെന്നും രമേശ് പിഷാരടി വ്യക്തമാക്കി. എന്തായാലും ഷാഫിയുടെ ഒരു ഓളം അത് ഉറപ്പായും രമേശ് പിഷാരടിയെ പിന്തുണയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പാലക്കാട് ഷാഫിക്ക് വലിയൊരു ഹോൾഡ് ഉണ്ട്. അവിടുത്തെ മത ജാതി ഭേദമന്യേ എല്ലാവരും ഷാഫിക്കൊപ്പം നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ രമേശ് പിഷാരടിക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും വ്യക്തിഹത്യയുമായി കളനിറഞ്ഞവർക്കൊക്കെ ഇപ്പോൾ വായിലെ പിരിവെട്ടുന്ന മറുപടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.